എവിടുന്ന് കിട്ടി ഈ പേര്? അത് അമ്മയോട് ചോദിക്കണം. സ്വന്തം പേരിന്റെ കാര്യമല്ല. വിബ്ജിയോർ, യുവർ നോവൽ. മഴവില്ല് ഇഷ്ടമായിരുന്നു കുട്ടിക്കാലം മുതലേ. ഗുഡ്. മഴവില്ല് ഇഷ്ടപ്പെടുന്ന, മുഖത്ത് നനുത്ത രോമങ്ങളുള്ള, നീളൻ കൈവിരലുകളുള്ള വിബ്ജിയോറിന്റെ സൃഷ്ടാവിന് എങ്ങനെ കഴിയുന്നു ഒരാളെ കൊല്ലാൻ? What do you mean? കൃഷ്ണൻ നമ്പ്യാരുടെ മരണം, അതിന്റെ പിന്നിൽ സൂസനും സൂസന്റെ സംഘടന ദിശയുമല്ലേ? ലൈൻ കൊള്ളാം. ക്രിമിനോളജിയിൽ ഡോക്ടറേറ്റ്, യങ്, ബ്രില്യന്റ് എന്നൊക്കെ പത്രങ്ങൾ വാഴ്ത്തിയപ്പോ ഈ മിറക്കിൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ നമ്പ്യാർ വധക്കേസിലെ കൊലയാളിക്കൂട്ടത്തെ. മിസ്റ്റർ അപ്പൻ മേനോൻ, എന്റെ ജീവിതം തന്നെയാണ് എന്റെ സന്ദേശം എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരാളെ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ, ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളെ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദിശ. നമ്പ്യാരെ പോലുള്ള ഒരു അഴിമതിക്കാരനോട് എന്തുമാത്രം വിയോജിപ്പുണ്ടായാലും ഒരിക്കലും ഞങ്ങൾ കൊല്ലില്ല. മുന്നിൽ ഗാന്ധി, പിന്നിൽ ഗോഡ്സെ, മുന്നിൽ ബുദ്ധൻ, പിന്നിൽ ഹിറ്റ്ലർ. ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും തന്ത്രമാണ്. സമൂഹ മധ്യത്തിൽ സ്വീകാര്യത നേടാൻ ഇതിലും നല്ല വഴി വേറെ ഇല്ലെന്ന് അവർക്കറിയാം. ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ സത്യമായി ഭവിക്കുമെന്നറിയാവുന്ന ഇത്തരം ചെറു ഗ്രൂപ്പുകളുടെ ചരിത്രമൊന്നും പഠിപ്പിക്കണ്ടെന്നെ. സൂസൻ അറിയോന്നറിയില്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യാവകാശ സംഘടനകളുടെയും പിന്നിൽ വർഗീയ സംഘടനകളാണ്. ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അവരാണ്. ദിശ അങ്ങനെ ഒരു സംഘടനയല്ല. മുന്നിലും പിന്നിലും ഗാന്ധിജി. ലക്ഷ്യം പോലെ തന്നെ പ്രധാനമാണ് മാർഗവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യം ഒരു സ്വകാര്യ TV ചാനലിലും പിന്നെ ഈ പത്രങ്ങളിലും വന്ന വാർത്തകളുടെ പിന്നിൽ ദിശയല്ലേ? അതെ. ഓക്കേ, എവിടുന്ന് കിട്ടിയ ഈ വിവരങ്ങൾ? സംഘടനാ ഓഫീസിലെ ലെറ്റർ ബോക്സിൽ നിന്ന് കിട്ടിയ ഒരു CD, അതിലാണ് ഈ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഓ, ആരാണ് CD ലെറ്റർ ബോക്സിലിട്ടത്? അറിയില്ല. അന്വേഷിച്ചില്ലേ? എന്തിനന്വേഷിക്കണം? വിവരങ്ങൾ സത്യമാണോ അത് മാത്രം നോക്കിയാ പോരെ? ഊമക്കത്തുകൾ ഹർജികളായി കോടതികൾ പോലും സ്വീകരിക്കാറുണ്ടെന്ന് ഓർക്കണം ഡോക്ടർ അപ്പൻ മേനോൻ. Then you may go. പക്ഷെ ഒരു കാര്യം, സംഘടനാ പ്രവർത്തനത്തിലൂടെ സിദ്ധിച്ച ആർഗ്യുമെന്റ് പവർ ഉപയോഗിച്ച് എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞൊന്ന് ധരിക്കരുത്. സൂസന്റെയും ദിശയുടെയും പിറകിൽ എന്നും ഉണ്ടാവും എന്റെ കണ്ണുകൾ. ഓൾവേസ് വെൽക്കം. എക്സ്ക്യൂസ് മീ, നന്നായിട്ടുണ്ട്. നോട്ട് യു, യുവർ നോവൽ വിബ്ജിയോർ. താങ്ക് യു. സാർ, മേക്കാടൻ സാർ തന്നിച്ച ഗുണ്ടാലിസ്റ്റാണ്. മിസ്റ്റർ മേക്കാടൻ, ബാല്യം എവിടെ? ഇവരുടെയൊക്കെ ബാല്യം എവിടെ? ഒരു ഡോക്യുമെന്റ് രേഖപ്പെടുത്തുമ്പോൾ ലേൺ ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്. ആന്റണി, ഏജ് 24, കേസുകളുടെ എണ്ണം 6, ഡ്രഗ് അഡിക്റ്റ്. 21-ാം വയസ്സിൽ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രതി. സലാം, വയസ്സ് 30, ഗാങ് ലീഡർ, കേസുകൾ 14, ആദ്യത്തെ കേസിൽ പ്രതിയാവുന്നത് 18-ാം വയസ്സിൽ. See, this is all. I am totally upset and I am terribly upset with you. ഒരു മനുഷ്യൻ ക്രിമിനൽ ആവുന്നത് അവന്റെ 18-ാം വയസ്സിലോ 25-ാം വയസ്സിലോ ആണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ, അതാണ് എനിക്ക് അറിയേണ്ടത്. അതറിയണമെങ്കിൽ അവന്റെ ബാല്യത്തിലേക്ക് പോകണം. Where is it? Come on, tell me, where is it? Where is it എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനിത് എന്തോ പറയാനാണ്? ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു രീതികൾ. ഒരുവൻ ആദ്യത്തെ കേസിൽ പ്രതിയാകുന്ന അന്ന് മുതലുള്ള ഡീറ്റെയിൽസ് ഈ ഫയലിൽ ഉൾപ്പെടുത്താറുള്ളൂ. അത് മാറണം. എന്നിട്ട് സഞ്ചരിക്കണം ഇവർ ഓരോരുത്തരുടെയും ബാല്യത്തിലൂടെ. ചികിത്സ തുടങ്ങേണ്ടത് അവിടുന്നാണ്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇതാണ് കുഴപ്പം. നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ലെന്ന ഫിക്സേഷൻ, എന്നിട്ട് സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കും. അത് മാറണം. Better late than never. തുടങ്ങി വെക്കണം ഇന്ന് തന്നെ. ഇതിലെ ക്രിമിനൽസിന്റെ ബാല്യം ഹണ്ട് ചെയ്യണം. കുട്ടികളാണ് പ്രധാനം, കുട്ടിക്കാലമാണ് പ്രധാനം. യു ഗെറ്റ് മീ? എന്ത് ഭ്രാന്ത? വേണ്ട, ഒന്നും പറയണ്ട. അപ്പേട്ടന്റെ സ്ഥിരം പതിവായി ദേഷ്യപ്പെടല്. എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും വൈക? നിനക്കറിയാത്തോണ്ടാ. ചില ക്രിമിനൽസ് കുറെ കാലം കഴിയുമ്പോ
മനോരോഗികളായി തീരും. കുറ്റബോധം കൊണ്ട് പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആന്റി സോഷ്യൽ എലമെന്റ്സിനെ തീർക്കാൻ തുടങ്ങും, ആരും അറിയാതെ. കൃഷ്ണൻ നമ്പ്യാരുടെ വധത്തിൽ അങ്ങനെ വല്ല ഇടപെടലും നടന്നിട്ടുണ്ടോ? അതാ ഞാൻ ഗൂണ്ടാ ലിസ്റ്റ് ചോദിച്ചത്. പക്ഷെ ആ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വന്നാ ഞാൻ എന്താ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണോ? ഞാൻ മേക്കാടിന്റെ കാര്യമല്ല പറഞ്ഞത്, സൂസൻ മേരി തോമസിന്റെ കാര്യം. അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? കൊലപാതകം അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരും സംശയിക്കപ്പെടേണ്ടവരാണ് വൈക. സൂസൻ മേരി തോമസിനെ കുറിച്ചും അവരുടെ ജീവിതത്തെ കുറിച്ചും അറിയാവുന്ന ആരും അങ്ങനെ പറയില്ല. അപ്പേട്ടൻ തീർച്ചയായിട്ടും അവരെ പോയി കാണണം, എന്നിട്ട് സോറി പറയണം. സോറി? എനിക്ക് വേണ്ടി അപ്പേട്ടൻ അത് ചെയ്യണം. അപ്പേട്ടൻ ഒരു പെൺകുട്ടിയും ചീത്ത പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എന്ത് തെറ്റിയതാലും അപ്പേട്ടൻ ഒന്നും പറയാറില്ലല്ലോ. എനിക്ക് നിന്നോട് സ്നേഹമല്ലേ വൈക? അതുപോലെ സ്നേഹിക്കണം എല്ലാരെയും. സൂസനെയും? സൂസനെയും ഒരു ഫ്രണ്ടായിട്ട്, നല്ല ഫ്രണ്ടായിട്ട്. ഓക്കേ ഓക്കേ. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 5ഓളം പേരുണ്ടായിരുന്നു അവര്. മരിച്ചുപോയ എന്റെ ഭർത്താവ് എടുത്ത കടമാണെങ്കിലും പലിശയും പലിശയുടെ പലിശയായിട്ട് മുതലിനേക്കാൾ വലിയൊരു തുക കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞപ്പോഴാ. ഇത് കണ്ടോ അവര് ചെയ്തത്? സാരമില്ല, പോട്ടെ, ഞങ്ങളുണ്ടാവും കൂടെ. ഇനി ഒരാളും ഉപദ്രവിക്കില്ല. ഷൈന, ഇവരുടെ ഒരു പരാതി എഴുതി വാങ്ങിക്കും. നമുക്കത് വനിതാ കമ്മീഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. വനിതാ കമ്മീഷൻ? ഇതിനൊക്കെ പരിഹാരം വനിതാ കമ്മീഷനും പോലീസ് സ്റ്റേഷനൊന്നും അല്ല. കൊല്ലണം. ഇവരെ ഉപദ്രവിച്ച 5 എണ്ണത്തിനെയും വെട്ടി കൊല്ലണം. ഞാൻ ചെയ്യാം, ഒറ്റയ്ക്ക്. ഗണേശ, നീ അകത്ത് പോ. അല്ല, ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ. നിന്നോട് അകത്ത് പോക. എന്തു വേണം? സോറി, സൂസനോട് ഇവിടെ വന്ന് സോറി പറയണമെന്ന് ആവശ്യപ്പെട്ടു. ആര്? DGP-യോ? DGP ഒന്നുമല്ല. DGP ആവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കില്ല. ഇത് വൈക, എന്റെ ഭാര്യ. അവൾ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കും. വി ആർ ഡീപ്ലി ഇൻ ലവ്. യു ഗെറ്റ് മീ? ഞാൻ വൈക എന്ന് വിളിക്കാം. വൈക, ഡൺ. സൂസനോട് സോറി പറഞ്ഞില്ലേ? അതെ, അവിടെ നിൽക്കുക. ഓക്കെ, പിന്നെ വിളിക്കാം. വൈക, മോശമാണ്. വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് ഒരു ചായ വേണോന്ന് പോലും ചോദിച്ചില്ല. സോ സോറി. എടുക്കാം. ഹേയ്, വേണ്ട. പറഞ്ഞു ചെയ്യേണ്ടവളല്ല, അറിഞ്ഞു ചെയ്യേണ്ടവളാണ് സ്ത്രീ. പോട്ടെ. നീ പറയുന്ന പോലെ ഒന്നുമല്ലല്ലോ ആള്. ഇതൊക്കെ തട്ടിപ്പമ്മ. ആളുകളെ കയ്യിലെടുക്കാനുള്ള സൂത്രം. ഏതായാലും നീ അയാളുമായിട്ട് വഴക്കിനൊന്നും പോണ്ട. ആര് പോണു? പക്ഷെ ഇങ്ങോട്ട് വന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ഹലോ, ആണോ? ശരി, താങ്ക്സ്. പൊളിറ്റിക്കൽ ലീഡർ സുലൈമാൻ സാഹിബ്, ഹിസ് കോർണർഡ്. നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. അന്വേഷണം വിജിലൻസിന് തന്നെ. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അപ്പൻ. മോർണിംഗ്. നല്ല ഐശ്വര്യമുണ്ട് തനിക്ക്. നമ്പ്യാരുടെ കേസ് അന്വേഷിച്ചു തുടങ്ങിയില്ല. അതിനു മുമ്പ് അടുത്തത് സുലൈമാൻ സാഹിബ്. ഇന്ന് വൈകിട്ട് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ചാർട്ട് ചെയ്തേക്കരുത്. വി ഹാവ് എ മീറ്റിംഗ് വിത്ത് ദി നടക്കില്ല. ഞാനിന്ന് വൈകിട്ട് ഭാര്യയുടെ കൂടെ പള്ളി പോകാൻ നേരിട്ടിരിക്കുക. അതൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചേ പറ്റൂ. പള്ളിയും പള്ളിക്കൂടം ഒക്കെ പിന്നെ ഡ്യൂട്ടി ഫസ്റ്റ്. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്. അതാണ് പണ്ട് തൊട്ട് മേക്കാടന്റെ ലൈൻ. എന്റെ ലൈൻ അങ്ങനെയല്ല. ദൈവത്തിനുള്ളതും കൂടി സീസർക്ക്. ടൈം ഇസ് ഗോഡ് ആൻഡ് വർക്ക് ഇസ് വർഷിപ്പ്. കാലമാണ് ദൈവം, അധ്വാനം ആരാധന. സോ ബി there on time. Okay? Be there on time. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട മന്ത്രി കൃഷ്ണൻ നമ്പ്യാർ
ഇന്നലെ രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയ സുലൈമാൻ സാഹിബ്, രണ്ടുപേരുടെയും മരണങ്ങൾക്ക് പിന്നിൽ ഞാൻ കാണുന്നുണ്ട് ചില ബാക്ക്ഡ്രോപ്പ് കണക്ഷൻസ്, യാദൃശ്ചികതകൾ. അഴിമതി കേസിൽ ആരോപണ വിധേയരായി അന്വേഷണത്തെ നേരിടാൻ തുനിയവയാണ് രണ്ടുപേരും കാലം ചെയ്തത്. ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ടുപേരുടെയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ഒരാളുടേതാണ്. ആരുടെ? ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ, ചിലപ്പോൾ ഒരു കൂട്ടം വ്യക്തികളുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ. അപ്പൻ വെറുതെ ഇഷ്യൂ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഒരാളുടെ മസ്തിഷ്കം ഉണ്ടാവാം, ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ ഒരു സംഘടനയൊന്നും ഈ കൊലപാതകങ്ങളുടെ പിന്നിലില്ല. മേക്കാട, കുറച്ചു നാളുകൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് ഒരു സംഘം ആദിവാസി യുവാക്കൾ ആന്ധ്രയിലെ നക്സലൈറ്റ് സംഘടനയായ പീപ്പിൾസ് വാർ ഗ്രൂപ്പിന്റെ പരിശീലനം നേടാൻ പോയിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു സ്വകാര്യ TV ചാനൽ. ശ്രദ്ധിച്ചു കാണും. 70കളിൽ പൊലിഞ്ഞുപോയ തീവ്രാഭിലാഷങ്ങളുടെ സ്വപ്നങ്ങൾ വീണ്ടും തളർക്കുന്നുണ്ട് സർ. ബീഹാർ മുതൽ ഇങ്ങ് ആന്ധ്രാപ്രദേശ് വരെയുള്ള സ്റ്റേറ്റുകളിൽ മരണത്തിന്റെ മണമുള്ള ആ കാറ്റ് വയനാടൻ മലനിരകൾ കടന്ന് നമ്മുടെ നാട്ടിലെത്താൻ അധികം സമയമൊന്നും വേണ്ട. നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് മിസ്റ്റർ അപ്പൻ പറയുന്നത്? സർ, ദാമോദരൻ കർത്ത, ഇന്നലെ മരിച്ച സുലൈമാൻ സാഹിബിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ചങ്ങാതി, ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രതിപട്ടികയിൽ 2ാം പേരുകാരൻ കർത്തയാണ്. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇയാളെയാണ്. പക്ഷെ കർത്ത അറിയരുത് നമ്മുടെ നീക്കങ്ങൾ. ഷാഡോസ്, നിഴലുകളാവണം നമ്മൾ കർത്തയ്ക്ക് പിന്നിൽ.